ഗുഡ് ഈവനിങ് ഓൾ. നാളെയാണ് ക്രിസ്തുമസ്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ക്രിസ്തുമസ് ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ വർഷത്തെ ക്രിസ്മസ് അവരെ സംബന്ധിച്ച് വളരെ വളരെ സന്തോഷമുള്ളൊരു ക്രിസ്മസ് ആയിരിക്കും. പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപകരെ സംബന്ധിച്ച് ഈ വർഷം 2023 ഇയർ ടു ഇയർ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും നല്ല രീതിയിലുള്ള റിട്ടേൺ ആണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വളരെ ഹാപ്പി ആയിട്ടായിരിക്കും ഈ വർഷത്തെ ക്രിസ്മസ് എല്ലാവരും ആഘോഷിക്കാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ഇനി നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് ഇവൻറ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ആഴ്ചയിലത്തെ മാർക്കറ്റ് ഇവൻറ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ വീക്ക് ടു വീക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകൾ സൈറ്റ്ലി ബെറ്റർ ആയിരുന്നു. ഇന്ത്യൻ മാർക്കറ്റുകൾ സൈറ്റ്ലി വീക്കായിട്ടാണ് വീക്ക് ടു വീക്ക് ക്ലോസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടാണ് വീക്ക് ടു വീക്ക് ഗോൾഡ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്രൻഡ് ക്രൂഡ് ഓയിൽ, അതുപോലെ തന്നെ മെറ്റൽസ് ഒക്കെ തന്നെ ബെറ്റർ ആയിട്ടാണ് വീക്ക് ടു വീക്ക് ക്ലോസ് ചെയ്തിരുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയും സെൻസസും പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ദൗ ജോൺസ് നോക്കുകയാണെങ്കിൽ US ദൗ ജോൺസ് പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. S&P 500 ഓൾ ടൈം ഹൈന് അടുത്ത് വന്നിരുന്നു. അതുപോലെ തന്നെ നാസ്ഡാക്ക് പുതിയ 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഓവറോൾ കഴിഞ്ഞ ആഴ്ച ഗ്ലോബൽ മാർക്കറ്റുകളെ സംബന്ധിച്ച് വളരെ വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു വീക്കായിരുന്നു. അതോടൊപ്പം തന്നെ 2023 പ്രോമിസിങ് ആയിട്ടുള്ളൊരു ഇയർ ആയിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചും കമോഡിറ്റി മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഗോൾഡിനെ സംബന്ധിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പുറത്തു വന്നിട്ടുള്ള കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ റിലേറ്റഡ് ഡാറ്റയാണ് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻഡെക്സ്. അത് വന്നിരിക്കുന്നത് 2.6% ആണ്. എക്സ്പെക്റ്റേഷൻ 2.8% ആയിരുന്നു. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് അമേരിക്കൻ ഗവൺമെൻറ് ഉദ്ദേശിച്ച പോലെ തന്നെ 2% ടാർജറ്റ് ലെവലിലേക്ക് ഇൻഫ്ലേഷൻ താഴ്ത്തി കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വളരെ പോസിറ്റീവാണ്. കാരണം US ഫെഡറൽ റിസർവ് 2024 ഇപ്പോഴത്തെ 5.25 നിന്ന് 3.5 3.75% ഇൻട്രസ്റ്റ് റേറ്റ് താഴ്ത്തുമെന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. അതുകൊണ്ട് തന്നെ റിസ്കി അസറ്റുകളിലേക്ക് വലിയ രീതിയിലാണ് US ഇൻവെസ്റ്റേഴ്സ് മണി പമ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കാണാം. SPDR S&P 500 ETF വലിയ രീതിയിലുള്ള ഇൻഫ്ലോ ആണ് വന്നിരിക്കുന്നത്. 2019 ശേഷമുള്ള ഹയസ്റ്റ് ഇൻഫ്ലോ ഫിഗർ ആണ് ഈ ETF വന്നിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് അമേരിക്കയിൽ ഇൻവെസ്റ്റേഴ്സ് വലിയ രീതിയിൽ വീണ്ടും റിസ്കി അസറ്റുകളിലേക്കും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലേക്കും ETF ഒക്കെ ഫണ്ട് പമ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഗ്ലോബൽ മാർക്കറ്റുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം എമർജിംഗ് മാർക്കറ്റിനെ സംബന്ധിച്ചും ഗോൾഡിനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. കാരണം US ഫെഡറൽ റിസർവ് ഫണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ധാരാളം ഫണ്ട് ഔട്ട്ഫ്ലോ വരും US നിന്ന്. അത് എമർജിംഗ് മാർക്കറ്റുകളിലേക്ക് ആയിരിക്കും. ഒപ്പം ഗോൾഡിലും നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു ചേരും. ഇനി നമ്മൾ അമേരിക്കൻ ഗ്ലോബൽ മാർക്കറ്റ് ഇൻഡെക്സുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇയർ ടു ഇയർ ഒക്കെ നോക്കുകയാണെങ്കിൽ നാസ്ഡാക്ക്, അതുപോലെ തന്നെ ജാപ്പനീസ് നിക്കായ്, ജർമ്മൻ ഡാക്സ്, S&P 500, ബ്രസീലിയൻ ബോവസ്പ, ഇന്ത്യയിലെ നിഫ്റ്റി, സെൻസെക്സ്, ദൗ ജോൺസ്, FTSE എല്ലാ ഇൻഡെക്സുകളും 43% മുതൽ 3% വരെയുള്ള റേഞ്ചിലുള്ള ഗെയിനാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു മാർക്കറ്റ് മാത്രമാണ് -6% ലോസ് രേഖപ്പെടുത്തിയുള്ളത്. ചൈനീസ് മാർക്കറ്റാണ്. 2024 ഈ മാർക്കറ്റും ബെറ്റർ റിട്ടേൺ ആണ് നൽകുക എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് എല്ലാവർക്കും ഉള്ളത്. ഇനി നമ്മൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ 15 ഡിസംബർ വെച്ച് നോക്കുകയാണെങ്കിൽ $723 ബില്യൺ വർത്ത് സ്റ്റോക്കുകളാണ് ഇന്ത്യയിൽ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. നമ്മൾ റുപ്പി ടൈംസിലാണെങ്കിൽ 60.2 ലക്ഷം കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ. ഇത് ഹയസ്റ്റ് എവറാണ് ഈ ഫിഗർ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിലെ പെർസെൻറ്റേജ് ഹോൾഡിംഗ് നോക്കുകയാണെങ്കിൽ 17.6%. പക്ഷെ നമ്മൾ ഇത് നവംബർ 2021 കമ്പയർ ചെയ്യുമ്പോൾ ആ മന്തിൽ ആ ടൈമിൽ 29% ഉണ്ടായിരുന്നു. അതിനേക്കാളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ 2024 ജനറൽ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വീണ്ടും മണി പമ്പ് ചെയ്യുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള റാലിയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പോകുന്നത്.
ഇനി നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പല റിഫോം മെഷേഴ്സ്, പ്രത്യേകിച്ച് നമ്മൾ ടെലികോം ബില്ല് 2023 പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് ഉണ്ടായിരുന്നു 1885, വയർലെസ് ടെലിഗ്രാം ആക്ട് ഉണ്ടായിരുന്നു 1933, അതുപോലെ തന്നെ ടെലിഗ്രാം വയർലെസ് ആക്ട് 1950. എല്ലാ ബില്ലുകളും റിപ്പീൽ ചെയ്ത് പുതിയ ടെലികോം ബില്ലാണ് അവതരിപ്പിച്ച് പാസ്സാക്കിയിട്ടുള്ളത്. നോൺ ഓപ്ഷൻ റൂട്ടിൽ കൂടെ സാറ്റലൈറ്റ് സ്പെക്ട്രം വേവ്സ് ഓഫർ ചെയ്യുകയാണ് കമ്പനികൾക്ക്. അപ്പോൾ ലൈസൻസിങ് നടത്തുന്ന ഓപ്ഷനിൽ കൂടെ അല്ലാതെ ഓൺ ആപ്ലിക്കേഷനിൽ നടത്താൻ പോവുകയാണ്. ഇത് ടെസ്ലയുടെ, അതായത് എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ്, ഭാരതി എയർടെലിൻ്റെ വൺ വെബ്, ടാറ്റയുടെ നെൽകോ, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവാണ്. അപ്പം റിലയൻസും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ രംഗത്തേക്ക് കടന്നിട്ടുണ്ട്. അതുകൊണ്ട് റിലയൻസിനെ സംബന്ധിച്ചും സ്ലൈറ്റ്ലി പോസിറ്റീവ് തന്നെയാണ്. അപ്പം നെൽകോ, ഭാരതി എയർടെൽ തുടങ്ങിയുള്ള സ്റ്റോക്കുകളൊക്കെ 2024 നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളാണ് ഈ ന്യൂസ് കൊണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ നല്ല ഒരു പോളിസി മെഷറും കൂടിയാണ് ഈ ന്യൂസ്. ഒപ്പം ഗിഫ്റ്റ് സിറ്റി ഗുജറാത്തിലെ അവിടെ നിന്ന് NSE ഓപ്പറേറ്റ് ചെയ്യുന്ന എക്സ്ചേഞ്ചിൽ കൂടിയാണ് ഇപ്പോൾ സിംഗപ്പൂർ നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ആ ഗിഫ്റ്റ് സിറ്റിയിലെ ലിക്കറും കൂടി പെർമിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗുജറാത്തിൽ ലിക്കർ ബാൻഡാണ്, പക്ഷേ ഗിഫ്റ്റ് സിറ്റിയിൽ ഉള്ള സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഉള്ള ഹോട്ടലുകളിലും ബാറുകളിലും ഒക്കെ ലിക്കർ കൊടുക്കാനുള്ള പെർമിഷൻ കൂടി കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും ധാരാളം സെയിൽസ് ഇന്ത്യൻ ലിക്കർ കമ്പനികൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. യുണൈറ്റഡ് സ്പിരിറ്റ്, റഡിക്കോ, കെയ്ത്ത ഇത്തരം ലിക്കർ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. ഇനി നമ്മൾ 2023 തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ധാരാളം ഇവൻറ്റുകൾ ഉണ്ടായിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു 2023. അഡാനി ഹിൻഡൻബർഗ് ഇഷ്യൂ, അതുപോലെ തന്നെ US ബാങ്കിങ് കൊളാപ്സ്, പല ബാങ്കുകളും കൊളാപ്സ് ചെയ്തിരുന്നു US-ൽ. അതുപോലെ തന്നെ ബോണ്ട് ഈൽഡ് ഭയങ്കര ഹൈ ആയിട്ട് പോയിട്ടുള്ള ഇരയായിരുന്നു. ഇത്തരത്തിലുള്ള ഇവൻറ്റുകൾ ഉണ്ടായിരുന്ന ഒരു ഇയർ ആയിരുന്നു. എന്നിരുന്നാലും ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റുകളെല്ലാം തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു ഇയറാണ് 2023. അഡാനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വളരെയധികം താഴെ വന്നിരുന്നു. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിലത്തെ ഹിൻഡൻബർഗിൻ്റെ അലഗേഷനൊക്കെ ശേഷം. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ലോസസും റീകൂപ്പ് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് അഡാനി പോർട്ട്, അഡാനി പവറൊക്കെ പുതിയ ഓൾ ടൈം ഹൈയിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. അടുത്ത മാസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിൽ വീണ്ടും നല്ല രീതിയിൽ അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മുന്നേറും എന്നുള്ള എക്സ്പെക്റ്റേഷൻ തന്നെയാണ് ഇപ്പോഴുള്ളത്. അതിനനുസരിച്ചുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു നെഗറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ട്. നമ്മുടെ ഇൻഫോസിസിനെ സംബന്ധിച്ച് ഇൻഫോസിൻ്റെ 1.5 ബില്യൺ വർത്ത് ഡീല് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. 15 വർഷത്തെ ഒരു ഓർഡർ ആയിരുന്നു, ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അവൈലബിൾ അല്ല. പക്ഷേ ധാരാളം പുതിയ ഓർഡേഴ്സൊക്കെ കിട്ടിയിട്ടുള്ളൊരു കമ്പനിയാണ്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഒപ്പം 2024 ടെക്നോളജി ഷെയർസ് നല്ല രീതിയിൽ മുന്നേറും എന്നുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ഡാമേജ് ഒന്നും ഇൻഫോസിൽ ന്യൂസ് കൊണ്ട് വരാനില്ല. ഇനി സെബി നമ്മുടെ ഇവിടെ T+0, അതായത് ട്രേഡ് ചെയ്താൽ അന്ന് തന്നെ സെറ്റിൽ ചെയ്യുന്ന രീതിയിലേക്കുള്ള സെറ്റിൽമെൻറ്റ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് ഉച്ചയ്ക്ക് 1:30 വരെയുള്ള ട്രേഡ് 4:30 സെറ്റിൽ ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ അത് സെറ്റിൽ ചെയ്യാത്ത സ്റ്റോക്കുകളും ഉണ്ടാകും 3:30 വരെ. അതിൻ്റെ നോംസും അതുപോലെ ഗൈഡ് ലൈൻസൊക്കെ അടുത്ത ദിവസങ്ങളിൽ പുറത്തിറക്കുന്നതാണ് പറയുന്നത്. ഒപ്പം ജനുവരി തൊട്ട് അസ്ബാർ റിലേറ്റഡ് ആക്ടിവിറ്റീസാണ് സെക്കൻഡറി മാർക്കറ്റിന് വരാൻ പോകുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ IPO അപ്ലൈ ചെയ്യുന്ന പോലെ ആയിരിക്കാം സെക്കൻഡറി മാർക്കറ്റിൽ ഷെയർ വാങ്ങുമ്പോഴും ഓർഡർ എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമാണ് പെയിൻ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതിനുശേഷമാണ് ബ്രോക്കറുടെ അക്കൗണ്ടിലേക്ക് പെയിൻ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ധാരാളം റിഫോംസാണ് സെബി മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ട്രേഡിംഗ് റിലേറ്റഡ് രംഗത്തൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഇനീഷ്യലി ഉണ്ടാവാം. പക്ഷേ ഓവറോൾ ഇത് മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. മാർക്കറ്റിൻ്റെ ഫ്യൂച്ചർ നല്ല രീതിയിൽ ആയിരിക്കുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് ഈ റിഫോം കൊണ്ട് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. LICയുടെ മിനിമം പബ്ലിക് ഷെയർ ഹോൾഡിംഗ് നോംസ് മീറ്റ് ചെയ്യാനായിട്ട് 2032 മെയ് വരെ ഗവൺമെൻറ് സമയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാര്യമായിട്ടുള്ള ഫ്ലോട്ടിംഗ് സ്റ്റോക്കൊന്നും LICയുടെ മാർക്കറ്റിലേക്ക് വരാനില്ല. ഇഷ്യൂ പ്രൈസ് 949 രൂപ പെർ ഷെയർ ആയിരുന്നു. ഒരുപക്ഷെ അടുത്ത മാസങ്ങളിൽ ഇഷ്യൂ പ്രൈസിന് മുകളിലേക്ക് LICയുടെ സ്റ്റോക്ക് പ്രൈസ് കൂടാനുള്ള സാധ്യതകളുണ്ട്. ഈ അനൗൺസ്മെൻറ്റും അതിനൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ഒരു അനൗൺസ്മെൻറ്റുകളാണ്. ആൾക്കാർഗോ ലോജിസ്റ്റിക്സ് കഴിഞ്ഞ 3-4 വർഷമായി
ആയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. 3:1 ബോണസ് ഇഷ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഗ്രൂപ്പ് കമ്പനികളെല്ലാം തന്നെ റീസ്ട്രക്ചർ ചെയ്യുകയാണ്. ആൾക്കാർഗോ ലോജിസ്റ്റിക്സ്, ആൾക്കാർഗോ ഗാറ്റി ലിമിറ്റഡൊക്കെ മെർജ് ചെയ്യുകയാണ്. അതിനുശേഷം അവർ വേറൊരു ഡിവിഷൻ ഡീമർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്കാർഗോ ലോജിസ്റ്റിക്സ് ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിന് 3:1 ബോണസിന് പുറമെ 1:1 റേഞ്ചിൽ പുതിയ ആൾക്കാർഗോ ECU ലിമിറ്റഡിൽ ഷെയർ കിട്ടുകയാണ്, ഫ്രീ ആയിട്ട് ഷെയർ കിട്ടുകയാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ കീപ്പ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് വീണ്ടും ആൾക്കാർഗോ ലോജിസ്റ്റിക് കീപ്പ് ചെയ്യുന്ന നന്നായിരിക്കും. 1-1.5 വർഷം കീപ്പ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നല്ല രീതിയിൽ റിട്ടേൺ കിട്ടാൻ ചാൻസസ് ഉള്ള ഒരു ന്യൂസാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർഗോ ലോജിസ്റ്റിക് കീപ്പ് ചെയ്യുന്ന നന്നായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് മറ്റു ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ JSPL RINL ലോസ് മേക്കിംഗ് PSU സ്റ്റീൽ മേക്കിംഗ് കമ്പനിയാണ്. ഇവർ തമ്മിലൊരു ടൈപ്പ് വന്നിട്ടുണ്ട്. ഈ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് RINLന്റെ 3ാമത്തെ ബ്ലാസ്റ്റ് ഫർണസ് ഓപ്പറേഷണലൈസ് ചെയ്യാനാണ്. അങ്ങനെ ഓപ്പറേഷണലൈസ് ചെയ്യുകയാണെങ്കിൽ ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ ലിമിറ്റഡിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 2 മില്യൺ ടൺ കൂടുകയാണ്. തീർച്ചയായിട്ടും JSPLനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒരു വിൻ വിൻ സിറ്റുവേഷനാണ് രാഷ്ട്രീയ ഇസ്പാറ്റ് നിഗം ലിമിറ്റഡിലെ RINL JSPL അല്ലെങ്കിൽ ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ ലിമിറ്റഡിനും ഇതുകൊണ്ടുണ്ടാവുന്നത്. അപ്പോൾ JSPLനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. ഒരുപക്ഷെ സ്റ്റോക്ക് പ്രൈസിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റം കാണിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. RK ഫോർജിങ്സ് NCLTയിൽ കൂടെ വീണ്ടും ഒരു ബാങ്ക്രപ്റ്റ് കമ്പനീനെ അക്വയർ ചെയ്തിരിക്കുകയാണ്. ഓട്ടോ പാർട്സ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്, സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. അഡാനി പവർ തൂത്തുക്കുടിയിലുള്ള കോസ്റ്റൽ എനർജി എന്ന് പറയുന്ന ഒരു 1200 മെഗാവാട്ട് കോൾ ഫയേർഡ് തെർമൽ പവർ പ്രൊജക്റ്റ് ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോർട്ടിൽ കൂടെ അക്വയർ ചെയ്യാണ്. അഡാനി പവറിനെ സംബന്ധിച്ചും അത് പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് നൽകുന്ന ഒരു ന്യൂസാണ്. ഇനി നമ്മൾ ക്രിസിലിൻ്റെ ഒരു റിസർച്ച് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ക്രിസിൽ പറയുന്നത് 2032 ആകുമ്പോഴേക്കും ഇന്ത്യയിലത്തെ പവർ ജനറേഷൻ 55%, അറൗണ്ട് 55% റിന്യൂവബിൾ പവർ ആയിരിക്കും. സോളാർ ആയിരിക്കാം ഇതിൽ 270-290 മെഗാവാട്ട് വരുന്നത്. അതുപോലെ തന്നെ വിൻ പവർ 120-140 മെഗാവാട്ട് വരും. ഇത്തരത്തിലുള്ള ഒരു ഗിഗാവാട്ട് വരും. ഇത്തരത്തിലുള്ള കണക്കാണ് ക്രിസിൽ പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ റിന്യൂവബിൾ എനർജി രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഓൾമോസ്റ്റ് എല്ലാ പവർ സെക്ടർ കമ്പനികൾക്കും ഇപ്പോൾ റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റുകളുണ്ട്. അതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളെ സംബന്ധിച്ചും ഇത് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഒപ്പം ഇന്ത്യയിലത്തെ പവർ സെക്ടർ രംഗത്തിനും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. DLF അവർ പുതിയ 2 പ്രൊജക്റ്റും കൂടി ലോഞ്ച് ചെയ്യുകയാണ്. ഇപ്പോഴത്തെ ന്യൂസ് വരുന്നത് ഓൾമോസ്റ്റ് എല്ലാം സോൾഡ് ഔട്ട് ആണെന്നാണ്. അപ്പോൾ DLFനെ സംബന്ധിച്ച് അവർ ഇക്കൊല്ലത്തെ ഗൈഡൻസ് ഉണ്ടായിരുന്നു 12,400 കോടി ആയിരുന്നു ഈ വർഷത്തെ ഗൈഡൻസ് ആയിരുന്നു. റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയുടെ ടാർഗറ്റ് അത് ഓവർടേക്ക് ചെയ്ത് പോകുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. പോസിറ്റീവ് ന്യൂസാണ്. വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ ന്യൂസ് കൊടുത്തിരുന്നതാണ്. അവരെല്ലാ പ്രൊജക്റ്റുകളും നല്ല രീതിയിൽ മുന്നേറുന്നുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് പ്രൈസും അറൗണ്ട് നമ്മുടെ ടാർഗറ്റ് ലെവലായ 720 റേഞ്ചിലേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. എത്രത്തോളം ഫർദർ അപ്രീസിയേഷൻ കിട്ടുമെന്നുള്ളത് മാർക്കറ്റ് ട്രെൻഡിനനുസരിച്ച് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളിനി മറ്റ് ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് ന്യൂസ് ഫ്ലോസ് വരാൻ പോകുന്നത് റെയിൽവേ റിലേറ്റഡ് ബിഡിങ്ങിൻ്റെ റിസൾട്ടുകളാണ്. 100 വന്ദേ ഭാരത് ട്രെയിനിനുള്ള ബിഡിങ് ഓപ്പൺ ചെയ്യുന്നത് 31/1/2024 അതായത് അടുത്ത മാസം ജനുവരി 2024-31 ഇതിൽ അല്ലാതെ ജൂപ്പിറ്റർ വാഗൻസ് ഉണ്ട്, ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റംസ് ഉണ്ട്, BEML ഉണ്ട്, അതുപോലെ തന്നെ ഓറിയൻ്റൽ റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഇവരൊക്കെ ബിഡ് ചെയ്തിട്ടുണ്ട്. ആ റിസൾട്ട് മിക്കവാറും നമുക്ക് അടുത്ത മാസം 31/1/2024 ലഭിക്കും. അതിനനുസരിച്ച് ഈ സ്റ്റോക്ക് പ്രൈസുകളിലൊക്കെ മൂവ്മെൻ്റ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി നമ്മൾ ഈ ആഴ്ച നമുക്ക് 4 ദിവസത്തെ ട്രേഡിംഗ് ഉള്ളൂ. നാളെ ക്രിസ്തുമസ് പ്രമാണിച്ച് മുടക്കാണ്. 4 ദിവസത്തെ ട്രേഡിങ്ങിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിഫ്റ്റിയും സെൻസസും പുതിയ ഓൾ ടൈം ഹൈ വീണ്ടും ഹിറ്റ് ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ 2023 അവസാനിക്കാൻ പോകുന്നത് നിഫ്റ്റി ഒരു പക്ഷേ 18-18.5% ഹൈയിലും അതുപോലെ തന്നെ സെൻസസ് 18-18% ഹൈയിലാണ് ക്ലോസ് ചെയ്യാൻ പോകുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്.
തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക, മാർക്കറ്റ് വളരെ പീക്കിലാവുമ്പോൾ നല്ല പ്രോഫിറ്റ് ആയിരിക്കുന്ന പല സ്റ്റോക്കുകളിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം നമ്മൾ ബുള്ളിഷ് മാർക്കറ്റിലാണ് നമുക്ക് വിൽക്കുമ്പോൾ നല്ല പ്രൈസ് കിട്ടുള്ളൂ. മാർക്കറ്റ് റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞ ആഴ്ചയിലും നമ്മൾ കണ്ടു, പെട്ടെന്ന് സെൻസെക്സ് 1000 പോയിൻറ്റും അതുപോലെ തന്നെ നിഫ്റ്റി 300 പോയിൻ്റൊക്കെ താഴെ വന്നപ്പോൾ വലിയ രീതിയിലാണ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളുടെ പ്രൈസിൽ ഇടിവുണ്ടായത്. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മൂവ് ചെയ്യുക. അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ 2024 ഒരു തയ്യാറെടുപ്പ് നടത്തണം. നമ്മുടെ സെക്ടർ സ്റ്റോക്കുകളും നമ്മൾ സെക്ടർ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ബൈ റെക്കമെൻഡേഷനൊക്കെ നമ്മൾ കൊടുക്കും. അത് തീർച്ചയായിട്ടും ഡെലിവറി ബേസിൽ വാങ്ങിയിട്ട് ഒരു വർഷം കീപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക. 2024 നമ്മൾ ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് നമ്മൾ 2020 മാർച്ച് 13 തൊട്ട് റെക്കമെൻഡ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ്. 13 രൂപ 20 പൈസയ്ക്കാണ് ആ സ്റ്റോക്ക് നമ്മൾ അന്ന് റെക്കമെൻഡ് ചെയ്തത്. അതുപോലെ തന്നെ 2022 ടോപ്പ് പിക്കുകളിലൊന്നായിരുന്നു ബൈയിങ്ങിന് റെക്കമെൻഡേഷൻ കൊടുത്തത്. അന്ന് 188 രൂപയ്ക്കാണ് നമ്മൾ ആ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തത്. 2 പ്രാവശ്യമായിട്ട് ബൈയിങ് നൽകിയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. ഇപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുകയാണ്. ധാരാളം ഇൻവെസ്റ്റേഴ്സ് ഹ്യൂജ് ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യുന്നൊരു സ്റ്റോക്കും കൂടിയാണ്. CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസ് ലിമിറ്റഡ് ആണ്. ഇപ്പോൾ 466-467 റേഞ്ചിലാണ് ഇത് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു 30-40% റിട്ടേൺ ആണ് അടുത്ത 1 ഇയറിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇതിന് കാരണം ഇൻഡസ്ട്രിയൽ റിലേറ്റഡ് ആക്ടിവിറ്റീസ്, പവർ സെക്ടർ റിലേറ്റഡ് ആക്ടിവിറ്റീസ്, റെയിൽവേ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള നല്ലൊരു കമ്പനിയാണ്. മുരുഗപ്പ ഗ്രൂപ്പ് ടേക്ക് ഓവർ ചെയ്തതിനു ശേഷം നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവർ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്, ചിപ്പ് മാനുഫാക്ചറിങ് രംഗത്തേക്കും കടന്നിരിക്കുകയാണ്. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള റിട്ടേൺ ആണ് നമ്മൾ ഈ സ്റ്റോക്കിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡെലിവറി പോയിന്റ് ഓഫ് വ്യൂ വാങ്ങുന്ന ഇൻവെസ്റ്റേഴ്സ് CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസ് ലിമിറ്റഡ് 2024 നമ്മുടെ ടോപ്പ് പിക്കുകളിൽ ഒന്നായിട്ട് വാങ്ങി വെക്കുന്നത് നന്നായിരിക്കും. വീണ്ടും ധാരാളം സ്റ്റോക്ക് പിക്കുകൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കോട്ടക് ഷെയർഹോൾഡറിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ റിസർച്ച് ന്യൂസ് ലെറ്ററിൽ കൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ആഴ്ച നമ്മൾ 4 ദിവസത്തെ ട്രേഡിൻ്റെ ആണ്. നമ്മൾ നിഫ്റ്റിയും സെൻസസും പുതിയ ഓൾ ടൈം ഹിറ്റ് ചെയ്യുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഗ്ലോബൽ മാർക്കറ്റുകളും നല്ല ഒരു ക്ലോസിംഗ് ആയിരിക്കും കാഴ്ചവെക്കുന്നത് എന്നുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഗോൾഡ് തീർച്ചയായിട്ടും ഈ വർഷം നല്ല റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു കമോഡിറ്റിയും കൂടിയാണ്. ഗോൾഡ് അറൗണ്ട് 13% ആണ് 2023 റിട്ടേൺ കൊടുത്തിട്ടുള്ളത്. അടുത്ത വർഷവും 2024 ഗോൾഡും നല്ല രീതിയിൽ വീണ്ടും മുന്നേറുന്നുള്ള എക്സ്പെക്റ്റേഷനാണ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിച്ചു കൊണ്ട് ഞാൻ ഇന്നത്തെ ഈവനിങ് പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം എല്ലാവരും ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. താങ്ക് യു.